തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി യൂറോളജി വകുപ്പ് മേധാവി ഹാരിസ് ചിറക്കൽ. ഉപകരണങ്ങളില്ലാത്തതിനാൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു എന്നായിരുന്നു പോസ്റ്റ്. വിവാദമായതോടെ പോസ്റ്റ് പിൻവലിച്ചു. മെഡിക്കൽ കോളേജിനോട് നീതി പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമെന്ന് പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം ഹാരിസ് ചിറക്കലിന്റെ ആരോപണം തെറ്റാണെന്ന് DME വിശ്വനാഥ് പ്രതികരിച്ചു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് തികച്ചും ദൗർഭാഗ്യകരമാണ്. നമുക്ക് തികച്ചും തെറ്റാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും തെറ്റാണ്. കാര്യം കഴിഞ്ഞ ഒരു വർഷം തന്നെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് യൂറോളജി വിഭാഗത്തിന് വേണ്ടി ഏകദേശം 50 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് സർക്കാർ തലത്തിൽ മേടിച്ചിട്ടുള്ളതും HDS 30 ലക്ഷത്തിന്റെ ഉപകരണവും. പിന്നെ ഇത് കൂടാതെ കഴിഞ്ഞ 4 വർഷമായിട്ട് ഏകദേശം കോടികൾ വില മതിക്കുന്ന 45ഓളം ഉപകരണങ്ങൾ യൂറോളജി ഡിപ്പാർട്ട്മെന്റ് മാത്രമായിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇരിക്കെ ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് തികച്ചും ഒരു തെറ്റെന്ന് തന്നെ പറയാം. DME തലത്തിലും പ്രിൻസിപ്പൽ തലത്തിലും അതിന്റെ അന്വേഷണം ഉടനെ ഉണ്ടാവും. ഇതാദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. HOD നേരിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. DMEയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായിട്ടുണ്ട്. അമൽ, അതായത് നേരത്തെ ഇട്ട പോസ്റ്റ് എന്താണോ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട്. ഇതിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്താണ്? പെട്ടെന്ന് തന്നെ DMEയുടെ വിശദീകരണവും വരുന്നുണ്ട്. നിലവിലത്തെ യാഥാർത്ഥ്യം എന്താണ് ശരിക്കും? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ചില ശസ്ത്രക്രിയകൾ മുടങ്ങിയെന്നും അത് ഉപകരണത്തിന്റെ ക്ഷാമം മൂലമാണ് എന്നുള്ളതുമാണ് ആരോപണമായി ഉന്നയിച്ചിരുന്നത്. ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്നയാൾ ഫേസ്ബുക്കിൽ 2 പോസ്റ്റുകൾ ഇട്ടു. ഒരു പോസ്റ്റ് 20 മണിക്കൂറുകൾക്ക് മുൻപാണ് ഇട്ടത്, ഒന്ന് 3 മണിക്കൂറുകൾക്ക് മുൻപ് ഇടുകയും ചെയ്തു. അങ്ങനെ 2 പോസ്റ്റുകൾ വന്നു. ആ പോസ്റ്റിൽ അത്യന്തം ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഡോക്ടർ ഉന്നയിച്ചിരുന്നത്. ഉപകരണങ്ങളുടെ കുറവ് മൂലം മകന്റെ പ്രായമുള്ള ഒരാളുടെ ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി വന്നു എന്ന ഗുരുതരമായ ആരോപണമുണ്ടായി. മാത്രമല്ല, ഈ ഉപകരണങ്ങൾ വാങ്ങണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി ആവശ്യം ഉന്നയിച്ചിട്ടും അത് കേൾക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല, മേലുദ്യോഗസ്ഥർ തയ്യാറായില്ല. മാത്രമല്ല, ഓഫീസുകൾ കയറി ഇറങ്ങി തന്റെ ചെരുപ്പ് തേഞ്ഞതല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ആ പോസ്റ്റിൽ പറഞ്ഞു വെച്ചിരുന്നത്. അതോടൊപ്പം തന്നെ കൃത്യമായി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുമുണ്ട്. എന്തെല്ലാം പിഴവുകളാണ് ആശുപത്രിയെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരണങ്ങളുണ്ട്. പക്ഷേ ആ പോസ്റ്റ് അല്പസമയങ്ങൾക്ക് മുൻപ് പിൻവലിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഒരു വിശദീകരണം കൂടി വരുന്നു. അത്തരത്തിൽ ഈ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളെല്ലാം ശരിയല്ല എന്നുള്ളതാണ് പറയുന്നത്. ശസ്ത്രക്രിയ മുടങ്ങിയിട്ടുണ്ട്. അത് ഒരാളുടെ കാര്യത്തിൽ മാത്രമാണ്. ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നമില്ലാതിരുന്ന ഒരാളുടെ മൂത്രക്കല്ല് സംബന്ധിച്ച ഒരു ശസ്ത്രക്രിയ ഉണ്ടായിരുന്നു. അതിൽ കാലതാമസം വന്നു. ഒരു ഉപകരണം ഇന്നലെ കേടായത് മൂലമാണ് അങ്ങനെ ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി വന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം വരുന്നതിന് തൊട്ട് മുൻപ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. ഇപ്പോഴെന്തായാലും ഏറ്റവും ഒടുവിൽ പോസ്റ്റ് പിൻവലിച്ചതിന് ശേഷം ഒരു കുറിപ്പ് കൂടി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അതായത്, ഞാൻ ഈ പോസ്റ്റ് പിൻവലിക്കുന്നു, ഞാനിങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, ഇത് ശരിയാകില്ല എന്നുള്ള തരത്തിലാണ്, ബ്യൂറോക്രസിയോട് ഏറ്റുമുട്ടാനില്ല എന്ന് വ്യക്തമാക്കി പുതിയൊരു പോസ്റ്റ് കൂടി വരികയാണ്. അതിന്റെ ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെക്കുന്നത്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഞാൻ ഞാൻ ജോലി ചെയ്ത് വരുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ കാര്യങ്ങളോട് നീതി പുലർത്താൻ കഴിയുന്നില്ല എങ്കിൽ പിന്നീട് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊരു വൈകാരിക പോസ്റ്റാണ് ഏറ്റവും ഒടുവിൽ ഈ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ വിവരം ഒരു വൈകാരികത ആ വിഷയത്തിൽ ഉള്ളതിനാൽ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസിനെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വിവരം അറിയിച്ചിട്ടുണ്ട്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ വിശദാംശങ്ങൾ അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കമലേശ്വരം പോലീസ് കമലേശ്വരത്തുള്ള ഈ ഡോക്ടർ ഹാരിസിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അവിടെ എത്തി വീട്ടിനുള്ളിൽ കയറി ഹാരിസ് ഇതിൻ്റെ ഉള്ളിലുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ പോലീസ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അവിടെ എത്തി ഹാരിസിനോട് സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മെഡിക്കൽ കോളേജിൽ നിന്നും ഉള്ള ആളുകൾ ഈ ഹാരിസിനെ വിളിച്ച് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഫോൺ എടുക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. നമ്മളും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം തേടി പലവട്ടം വിളിച്ചു. പക്ഷേ ഫോൺ ബെല്ലടിക്കുന്നുണ്ടെങ്കിൽ കൂടി ഫോൺ എടുക്കാൻ ഈ ഹാരിസ് തയ്യാറാകുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം കൂടി വന്നതോടെ ഈ വിഷയം വളരെ ഗൗരവമായി മാറുകയാണ്. മെഡിക്കൽ കോളേജിന്റെ DMEയും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും ഒക്കെ പറയുന്നത്, മെഡിക്കൽ കോളേജിനെ മനഃപൂർവ്വം ഇകഴ്ത്തിക്കാട്ടാൻ വേണ്ടിയാണോ ഇത്തരത്തിൽ, അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനത്തെ മോശമാക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത് എന്ന കാര്യത്തിൽ അവർക്ക് സംശയമുണ്ട് എന്നുള്ള തരത്തിലാണ്. മാത്രമല്ല, നിരന്തരമായ രാഷ്ട്രീയ പോസ്റ്റുകളും ഈ പറയുന്ന ഹാരിസിന്റെ ഫേസ്ബുക്കിൽ ഉണ്ടാകുന്നുണ്ട്. ആ വിഷയത്തിലൊക്കെ നടപടി ഉണ്ടാകും എന്നുള്ള തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലുള്ള ചർച്ചകൾ വന്നതിനിടെയാണ് ഹാരിസ് ഫോൺ എടുക്കാതിരിക്കുകയും മാറി നിൽക്കുകയും ചെയ്യുന്നത്. വീട്ടിലുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും പോലീസ് ഇപ്പോൾ വീട്ടിലെത്തി പരിശോധനകൾ തുടരുകയാണ്.